ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മാക്ക് ഫ്രീ സ്റ്റൈൽ. വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് കുറച്ച് സുഹൃത്തുക്കൾ ബേൺഔട്ടിൻ്റെ ഒരു വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് കുറച്ച് സുഹൃത്തുക്കൾ അവർക്ക് റോളിംഗ് ബേൺഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ബേൺഔട്ട് അറിയാം, റോളിംഗ് ബേൺഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംശയം. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പം ബേൺഔട്ട് ചെയ്യുമ്പം നമ്മൾ ഇത്തിരി വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാര്യം കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ചിന്തിക്കുമ്പോൾ ഈസി ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാര്യം റോളിംഗ് ബേൺഔട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ടയർ എല്ലാവരും ഇപ്പം ചോദിച്ചപ്പോഴും അതാണ് സംശയമായിട്ട്, അതെങ്ങനെ അത് പരിഹരിക്കുമെന്നുള്ളതാണ്. കാര്യം ഫ്രണ്ട് ടയർ സ്കിഡായി പോകുന്നു. സ്കിഡാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഹൈ ത്രോട്ടിലായിരിക്കും, ചിലപ്പോൾ ക്ലച്ച് ഓഫ് ചെയ്യാൻ മറന്നു പോകും, ചിലപ്പോൾ പെട്ടെന്നുള്ള ഇതിൽ വണ്ടി എങ്ങോട്ടെങ്കിലും നിയന്ത്രണം വിട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് റോളിംഗ് ബേൺഔട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കാണുമ്പോൾ വളരെ രസമാണ്, കാണുന്നവർക്ക് അത് ഈസി ആയിട്ട് തോന്നും. പക്ഷേ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയം, ആ ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചെയ്യുന്ന ആളുകൾ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന റോളിംഗ് ബേൺഔട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണേലും കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോയി കാണുക. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് റോളിംഗ് ബേൺഔട്ട് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ ബേൺഔട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ബേൺഔട്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തി ചെയ്യുന്നതിനാണ് ബേൺഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് വണ്ടി മൂവിങ് വേണ്ട, അതുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ്, കാലുകൊണ്ട് ലോക്ക് ചെയ്തിട്ടാണ് ബിഗിനേഴ്സ് പഠിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പം റോളിംഗ് ബേൺഔട്ട് ചെയ്യുമ്പം നമുക്ക് ഇത് മൂവ് ചെയ്യുകയാണ്, പ്ലസ് ഇത് സ്കിഡായി പോകരുത്, ബേൺഔട്ട് ആകണം, ഇങ്ങനെ പല പ്രോസസ്സുണ്ട്. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളതിൻ്റെ പൊസിഷൻ, നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡിങ് പൊസിഷൻ, നമ്മുടെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ, ഫ്രണ്ടിലോട്ട് ഫുൾ പ്രഷർ, ബ്രേക്ക് പിടിക്കണം, ഇത് മൂവ് ആവുകയും വേണം. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് റോളിംഗ് ബേൺഔട്ട് ചെയ്യാൻ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ 2 ഫുട്ട് റെസ്റ്റിലും ചവിട്ടി എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ 2 കൈ കൊണ്ടും ഫ്രണ്ട് ഹാൻഡിലിൽ നല്ല ബലത്തിൽ മുന്നോട്ട് ഫുൾ ഫോഴ്സ് നമ്മൾ മുന്നോട്ട് ഹാൻഡിലോട്ട് കൊടുക്കുക. 2 കൈയുടെയും ഫുൾ ബലവും ഹാൻഡിലോട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഈസിയാണ്. എന്തൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പം ഇത് ബിഗിനിങ്ങിൽ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 100% അവരുടെ 2 ഹാൻഡിലോട്ട് ഫുൾ വെയിറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേൺഔട്ട് ചെയ്യുമ്പോൾ ഏത് ബേൺഔട്ടാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ. അപ്പം റോളിംഗ് ബേൺഔട്ടിന് നമ്മൾ വണ്ടി ഓടിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ. അപ്പം നമ്മൾ ഈ ഫുൾ ഫോഴ്സും നമ്മൾ ഹാൻഡിലിൽ കൊടുത്തതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് ഫുൾ നമ്മുടെ ബോഡി വെയ്റ്റും കൈയുടെ വെയ്റ്റും എല്ലാം ഹാൻഡിലിൽ കൊടുത്തതിന് ശേഷം ബ്രേക്ക് ഒരു 90% എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിച്ചാലും ടയർ കറങ്ങുന്ന രീതിയിൽ. പിന്നെ ബിഗിനിങ്ങിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല സർഫസ് ഉള്ള ഏരിയയിൽ, നല്ല ഫ്രണ്ട് ടയറിന് നല്ല ഗ്രിപ്പുള്ളൊരു കിട്ടുന്നൊരു ഏരിയയിൽ പോയി പഠിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം സ്ലിപ്പാവാൻ സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഒരു പരിധിയിൽ കൂടുതൽ, ഒരു 70% സക്സസ് ആകും. അപ്പം ബിഗിനിങ് പഠിക്കുന്നവരാണെങ്കിൽ മാക്സിമം നല്ലൊരു സ്ഥലം തന്നെ സെലക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഫുൾ ബോഡി വെയ്റ്റും കൊടുത്ത് നമ്മൾ പൊസിഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഈ പറഞ്ഞ പോലെ ഒരു 90% അല്ലെങ്കിൽ ഒരു 80% എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ടയർ റോളാകണം, എന്നാൽ വണ്ടി ഓടിപ്പോകരുത്. ആ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടിയുടെ സസ്പെൻഷൻ കുറച്ച് മുന്നോട്ടാകും, വണ്ടി ഒന്ന് ഫുള്ളായിട്ട് ആരോ പിടിച്ച് വെച്ചതുപോലത്തെ ഒരു ഫീൽ വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു 60% ഈ പറഞ്ഞതുപോലെ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബോഡി ഫുൾ വെയിറ്റ് ഫ്രണ്ടിലുണ്ട്, ബ്രേക്ക് അപ്ലൈ ആണ്, അത്രയും ഫോഴ്സ് നമ്മളൊരു 60-70% ക്ലച്ച് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ബാക്ക് വീൽ കറങ്ങി തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്ത് RPM, നമ്മുടെ ആക്സിലേറ്റർ മാക്സിമം കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ബിഗിനിങ്ങിൽ ചെയ്യുന്ന ഒരാൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ക്ലച്ചിൽ കൈ വേണം. കാര്യം ഏത് നിമിഷവും വണ്ടി സ്കിപ്പാകാം അല്ലെങ്കിൽ സ്കിഡാകാം എന്നുള്ളൊരു മുൻധാരണ നമുക്ക് വേണം. കാര്യം ഒരു പക്ഷേ സ്കിഡായി പോയാൽ ക്ലച്ച് ഓഫ് ചെയ്യുക, വേറെ ടെൻഷനൊന്നും ആകണ്ട, ജസ്റ്റ് ക്ലച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് ഈ ക്ലച്ച് എന്നുള്ള സംഭവം. അല്ല, ക്ലച്ച് നമ്മൾ ക്ലച്ച് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് ഡാമേജ് ആവും.
അപ്പോൾ ബിഗിനിങ്ങിൽ ചെയ്യുന്നവർ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വെയിറ്റ് ഇതിൻ്റെയൊക്കെ ഒരു വിഷ്വലായിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ എന്തായാലും വരും. ഇപ്പോൾ ക്വാറൻറ്റൈൻ ടൈമാണ്, അത് കാരണം നമുക്ക് അതിൻ്റെ വിഷ്വൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. എന്താണേലും ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ എല്ലാം ഒരു വിഷ്വലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വിഷ്വലി കാണിച്ചുകൊണ്ട് പറയുന്നൊരു വീഡിയോ എന്തായാലും ഉണ്ടാവും. അതിനെക്കുറിച്ച് എൻ്റെ 1-2 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം എന്തായാലും റോളിംഗ് ബർണൗട്ട് ചെയ്യുമ്പം നമ്മുടെ ബോഡി ഫസ്റ്റ് തിങ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക, ഹാൻഡിലോട്ട് ഫുൾ വെയിറ്റ് കൊടുക്കുക, നമ്മുടെ ബോഡി ഫുൾ ടാങ്കിലോട്ട് ഒരു 70 ഡിഗ്രി ആംഗിളിൽ ചെരിച്ച് ഫുൾ ബോഡി വെയിറ്റും കൊടുത്ത് ബ്രേക്ക് പിടിക്കുക. ബ്രേക്ക് ഒരു 90% ഫ്രണ്ട് ടയർ റോളാകുന്ന രീതിയിൽ പയ്യെ പിടിച്ചതിന് ശേഷം അതേ സമയത്ത് തന്നെ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുക. ഏത് സമയവും വണ്ടി സ്കിഡായി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ക്ലച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ അപകടങ്ങളൊന്നും സംഭവിക്കത്തില്ല. എന്നിരുന്നാലും ഇത് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗസ്, ഷൂസ് മുതലായ എന്തൊക്കെ സേഫ്റ്റി ഉപകരണങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. സേഫ്റ്റി ഇല്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്ത് പഠിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ ശ്രമിക്കാതിരിക്കുക. കാര്യം നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് പബ്ലിക് നമ്മളെ വിലയിരുത്തുന്നത്. അപ്പോൾ സ്റ്റൺസ് ചെയ്ത് പഠിക്കുമ്പോഴൊന്നും നമ്മൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളും നമ്മളെ നോക്കുന്നുണ്ടെന്നുള്ള ഒരു അവയർനെസ് പബ്ലിക്കിനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും ഒരു പരിധി വരെ. അല്ല, ഒരു പരിധി കഴിയുമ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും സേഫ്റ്റി ഉപയോഗിച്ച് സ്റ്റൺസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സ്റ്റണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് 100% എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ.